ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി തോരനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കായ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കായ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ചപ്പയറാണ്. പിന്നെ എടുത്തിട്ടുള്ളത് പപ്പായ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓമക്കായ എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ പല പച്ചക്കറികൾ കൂടിയിട്ട് ഇങ്ങനെ തോരൻ വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഇടാനായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് വറ്റൽമുളകാണ്. അതൊരു 3-4 എരിവിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി എത്ര എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ഇതിന് തോരന് കൂടുതലാണല്ലോ. അപ്പം ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തോണ്ട് വരണം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചതച്ച് കിട്ടാവുന്ന പരിപാടിയാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ എന്ത് അരച്ചെടുക്കുകയാണെങ്കിലും അത് അരഞ്ഞങ്ങട് കുഴഞ്ഞു പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ്, മിക്സിയുടെ 1ാമത്തെ ബട്ടണിൽ ഇട്ടിട്ട് വേണം ഒരൊറ്റ തിരി മാത്രം തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് എല്ലാ തോരലിക്കും ഏറ്റവും നല്ലതെന്ന് അറിയാലോ. അപ്പം ഞാനും ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പം നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന മസാല കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ തോരനിൽ പപ്പായയും കായും പയറും എല്ലാം കൂടെ ചേർക്കുന്നത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എൻ്റെ മോന് ഇവിടെ പപ്പായ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പപ്പായ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവന് അലർജിയാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൻ പപ്പായ ഉണ്ട് എന്നുള്ളത് തന്നെ അറിഞ്ഞില്ല. അപ്പം അവനും കഴിച്ചു. അപ്പം ഇങ്ങനെ പപ്പായ അലർജിയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പപ്പായ കഴിക്കുകയും ചെയ്യും, മറ്റുള്ള പച്ചക്കറികളും അവർ കഴിച്ചോളും. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ കായയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ ഒന്നിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട്. ആ മസാലയിൽ കൂടെ കായയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കുക. ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് കായയും മഞ്ഞപ്പൊടിയും ഈ മസാലയും കൂടി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ കായ ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നാലേ നമുക്ക് മറ്റേ പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഈ കായയും കൂടി നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ കായൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പപ്പായ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതാ പപ്പായയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആ മഞ്ഞപ്പൊടിയിലും ആ മസാലയിലും കിടന്നിട്ട് അതും കൂടെ ഒന്ന് വഴണ്ടി വരുമ്പോഴാണ് പിന്നീട് നമ്മൾ പയറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ കേരളത്തിൽ തന്നെ നമുക്ക് ഈ പപ്പായയ്ക്ക് ഒരു 2-3 പേരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലവർ കപ്പളങ്ങ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഓമക്കായ എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പം നമ്മുടെ പപ്പായയും ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പയറും കൂടെ ഇട്ട് കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഈ പയറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ മസാലയൊക്കെ പയറിലോട്ടും കൂടെ ഒന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റി കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലൊക്കെ കിടന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. എന്നിട്ട് ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ അവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുറി നാളികേരം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്